ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാണ്. ഇതുപോലെ നിർത്താതെ ഇങ്ങനെ തുടരെ അങ്ങ് പെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. വലിയൊരു മഴയൊന്നുമല്ല, പക്ഷെ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലോട്ട് കയറാൻ ഒരുപാട് താമസിച്ചു കേട്ടോ. പോയി അങ്ങ് കിടന്നു. ഉറങ്ങിയതൊന്നുമില്ല, വെറുതെ ചുമ്മാ അങ്ങ് കിടന്നു. ഭയങ്കര മടിയായിരുന്നു. പിന്നെ എണീറ്റ് വന്നല്ലേ പറ്റത്തുള്ളൂ. വന്ന് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ച് കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് കറങ്ങി വന്നു കേട്ടോ. ചെടികളെല്ലാം പട്ടിയൊക്കെ കയറി അതൊക്കെ ചരിച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ എല്ലാം നൂത്ത് പറക്കിയൊക്കെ വെച്ചു. പിന്നെ നേരെ വന്നു. പുട്ടാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയത്. അരിമാവും ഗോതമ്പ് പൊടിയും കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു പുട്ടായിരുന്നു. പിന്നെ മുട്ടക്കറിയാണ് രാവിലെ കഴിക്കാൻ. അതിൻ്റെ കൂട്ടത്തിൽ പാത്തുക്കുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ എണീപ്പിച്ച് കൊണ്ടുപോയി പല്ലൊക്കെ അവൾ തേച്ച് വന്ന് റെഡിയായി കാപ്പിയൊക്കെ കൊടുത്തു. പിന്നെ നേരത്തെ മദ്രസയുണ്ട്, മദ്രസയെ കൊണ്ടാക്കാനായിട്ട് പോവുക. എന്തോ ഒരു ഭാഗ്യം, പോകുന്ന സമയത്ത് മഴയില്ലായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊടിയുന്നുണ്ടായിരുന്നു. മദ്രസയെ കൊണ്ടാക്കിയത് തിരിച്ചു വരുന്ന വഴിക്ക് ഞാനൊരു ചൂലും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മുറ്റമടിക്കാൻ ചൂലില്ലാതിരിക്കുമായിരുന്നു കേട്ടോ. ചൂലെല്ലാം അങ്ങ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. തൂത്ത് തേഞ്ഞു പോയി. അപ്പോൾ എന്തായാലും വീട്ടിൽ കയറി വന്നു. പിന്നെ ഇത് മൾബറിയാണ് കേട്ടോ. അത് ഇടയ്ക്ക് ഞാനൊന്ന് മണ്ട വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെട്ടി അവിടെ ഇവിടെയൊക്കെ ഞാൻ വീണ്ടും കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെടി നിൽക്കുന്ന ഭാഗം നല്ല ചോലയാണ് കേട്ടോ. അപ്പോൾ 1-2 പ്രാവശ്യം പൂത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ കഴിഞ്ഞ ഉണക്കിന് വന്നിട്ട് അതൊന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ലതുപോലെ കിട്ടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് വെട്ടി വേറെയൊക്കെ നട്ടു. കയറി വന്നു. ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അനിയത്തി അരിയൊക്കെ കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. പപ്പായ അഥവാ കപ്പയ്ക്കാന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും കേട്ടോ. അതൊന്ന് കുത്തിയിട്ട് തോരൻ വെക്കാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ വീണത് ഈ ഒരു കുരുട്ട് കപ്പയ്ക്ക ഉണ്ടല്ലോ, അത് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കൈയുടനെ തന്നെ അതങ്ങ് കട്ട് ചെയ്തെടുത്തു. ഇതിനിടയ്ക്ക് ഞാൻ പാത്തുവിനെ മദ്രസയിൽ നിന്ന് തിരികെ വിളിച്ചുകൊണ്ടൊക്കെ വന്നു. മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കറിയുടെ കാര്യങ്ങളെല്ലാം ഞാനവിടെ ചെയ്തു കേട്ടോ. അങ്ങനെ പപ്പായ കട്ട് ചെയ്തെടുത്ത് എല്ലാവർക്കും അവരുടേതായ പങ്കങ്ങ് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.